ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യർസ് സുജനത്ത്. ഇന്ന് ഒരുപാടധികം എഗ്ലോണിമ പ്ലാന്റ്സ് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് റയർ വെറൈറ്റീസ്, നമ്മൾ ഒരിക്കലും ഇതുവരെ കാണാത്ത ഒരുപാടധികം വെറൈറ്റി പ്ലാന്റ്സുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് പ്ലാന്റിനെ കുറിച്ചുള്ള പുതിയ വെറൈറ്റി പ്ലാന്റ്സുകൾ ഏതെല്ലാം എന്നുള്ളൊരു അറിവെങ്കിലും ലഭിക്കും. നല്ല ഭംഗിയുള്ള വെറൈറ്റി പ്ലാന്റ്സുകളാണ് എല്ലാം. അപ്പോൾ നമുക്ക് പ്ലാന്റ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ബുഷി പോട്ട് പ്ലാന്റ്സുകളുണ്ട്. ബുഷി പോട്ട് പ്ലാന്റ്സുകൾക്ക് 500 എബോ റേറ്റ് ഉണ്ടാവും, കാരണം 1ഉം 2ഉം ഷൂട്ട് ഉണ്ടാവും. പിന്നെ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് റയർ വെറൈറ്റി, അതായത് അപൂർവ ഇനം ചെടികൾക്ക് കൂടുതൽ റേറ്റ് ഉണ്ടാവും. നമ്മൾ സാധാരണ ഇനങ്ങളാണെങ്കിൽ 250, 350 അങ്ങനെ റേറ്റിലുള്ള പ്ലാന്റുകളാണ് ഉണ്ടാകുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ കാറ്റലോഗ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ പ്ലാന്റുകൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പ്ലാന്റ്സിൻ്റെ പേര് ഓരോന്നിലും ഞാൻ പറയുന്നുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലാന്റ്സുകൾ ഏതൊക്കെയെന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് റയർ വെറൈറ്റി പ്ലാന്റ്സുകൾ തന്നെ നോക്കാം കേട്ടോ. അപ്പോൾ സുൽത്താൻ ബ്രൂണി എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. റയർ വെറൈറ്റി പറഞ്ഞാൽ അപൂർവ ഇനം ചെടികളാണ്, ഇതൊന്നും വരാറേ ഇല്ല. അത്രയും നല്ല പ്ലാന്റ് ആണ് കേട്ടോ. നല്ല കോസ്റ്റ്ലി ആണ് ഈ പ്ലാന്റ്. ബുഷി പോട്ടാണ്, 2 വലിയ ഷൂട്ടും പിന്നെ ബേബി ഷൂട്ടും ആയിട്ടുള്ള ബുഷി പോട്ടാണ് കേട്ടോ സുൽത്താൻ ബ്രൂണി. അപ്പോൾ ആരെങ്കിലും അപൂർവ ഇനം ചെടികൾ കളക്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വാങ്ങാം. അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. പിന്നെ വന്നിട്ടുള്ളത് അന്തിനിയാണ് കേട്ടോ. അന്തിനീൻ്റെ ഫുൾ പോട്ടാണിത്. അപ്പോൾ നമ്മൾ ചില പ്ലാന്റുകൾക്കൊക്കെ അതിൻ്റെ സെയിം കളറ് കിട്ടാറില്ല. പക്ഷേ ഈ പ്ലാന്റുകൾക്കൊക്കെ ഇപ്പം വന്നിട്ടുള്ള പ്ലാന്റുകളൊക്കെ അതേ കളറ് വരുന്ന നല്ല ഭംഗിയുള്ള വെറൈറ്റി പ്ലാന്റുകളാണ്. പിന്നെ റയർ വെറൈറ്റിയിൽ വന്നിട്ടുള്ളത് അപൂർവ ഇനത്തിൽ ടോങ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതും ബുഷി പോട്ടാണ്. ഇതിൻ്റെ സിംഗിൾ ഷൂട്ടോ ചെറിയ പ്ലാന്റുകളോ ഒന്നും അവൈലബിൾ അല്ല. പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ സാധാരണ പ്ലാന്റ് ആണ് കേട്ടോ, റെഡ് എമറാൾഡ്. അതിൻ്റെ ബുഷി പോട്ടാണ്. അതിൻ്റെ സിംഗിൾ ഷൂട്ട് ഉണ്ട് 300. പിന്നെ ഈ റെഡ് വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ളൊരു പ്ലാന്റ് ആണ്, നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്, ചൈന റെഡ് കേട്ടോ. ഇത് 2 ഷൂട്ടുള്ള ബുഷി പോട്ടാണ്. ഇതിൻ്റെ സിംഗിൾ ഷൂട്ടില്ല, ആകെ 3 പ്ലാന്റ് തന്നെ ഉള്ളൂ. പിന്നെ സാധാരണ നമ്മളെ റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ ഫുൾ പോട്ട് ഉണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഫുജി റെഡ് ആണ്. ഫുജി റെഡും ഒരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. റെഡ് കളറിൽ, ഫുൾ റെഡ് കളറിൽ, അതായത് നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അതിൻ്റെ ബുഷി പോട്ടാണ് കേട്ടോ. ഇത് 2 ഷൂട്ടുള്ള ബുഷി പോട്ടാണ്. ഇനി നിങ്ങൾക്ക് ഒരു സിംഗിൾ ഷൂട്ട് വാങ്ങണമെങ്കിൽ ഇതാണ് കേട്ടോ സൈസ് വരുന്നത്. സിംഗിൾ ഷൂട്ട് ഈ ഒരു സൈസാണ് ഉണ്ടാവുക. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഫുജി റെഡ്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല. അവർ പറഞ്ഞിട്ടുള്ളത് ശകുന്തള എന്നാണ്. അപ്പോൾ ശകുന്തളൻ്റെ വലിയ പ്ലാന്റ് കുറച്ചുകൂടി ഇവിടെ കളർഫുള്ളൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇനി ആർക്കെങ്കിലും ഐഡിയ അറിയുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം. നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ്, നല്ല കളർഫുള്ളാണ്. കണ്ടില്ലേ, ഒരു പ്രത്യേക കളറാണ്. ഇത് ഒരു സിംഗിൾ ഷൂട്ടാണ് കേട്ടോ. അതിൻ്റെ ഒരു ബുഷി പോട്ടാണിത്. ഇത് അത്ര വലിപ്പമൊന്നുമില്ല, ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മറ്റു പ്ലാന്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. അധികമൊന്നും വരാറില്ല ഈ പ്ലാന്റുകളൊന്നും. പിന്നെ വന്നിട്ടുള്ളത് കുങ്കും മജന്ത ആണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിരുന്നു, അന്ന് കുറേ തീർന്നു പോയി. ഇപ്പോൾ രണ്ടാമതും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും ചെറിയ റേറ്റുള്ള പ്ലാന്റുകൾ അവൈലബിൾ അല്ല. 2ഉം 3ഉം ഷൂട്ടുള്ള ബുഷി പോട്ടുകളാണ് കേട്ടോ. ഇതിലൊക്കെ 4 ഷൂട്ടുള്ള ബുഷി പോട്ടാണ്. ഇതാ കാണുന്നുണ്ടാവും. ഇങ്ങനെ 4ഉം 5ഉം ഷൂട്ടുള്ള ബുഷി പോട്ട് പ്ലാന്റുകളാണ് കേട്ടോ. കുങ്കും മജന്ത ആണ് കേട്ടോ ഇത്. അതിൻ്റെ ചെറിയൊരു ഷൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ 2 ഷൂട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ കുങ്കും മജന്ത. പിന്നെ വന്നിട്ടുള്ളത് സൂപ്പർ വൈറ്റ് ആണ്. സൂപ്പർ വൈറ്റിൻ്റെ ബുഷി പോട്ട് ഉണ്ട്. സൂപ്പർ വൈറ്റ് 250 മുതൽ അവൈലബിൾ ആണ് കേട്ടോ. സൈസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ പല സൈസുള്ള പ്ലാന്റും പല റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് ഞാൻ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് സൂപ്പർ വൈറ്റ് 250യിലാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. 350, 450 അങ്ങനെ പല സൈസും ഉണ്ട്. പിന്നുള്ളത് പിങ്ക് ക്യാബേജ് ആണ്. പിങ്ക് ക്യാബേജും ബുഷി പോട്ടാണ്. 2ഉം 3ഉം ഷൂട്ടുള്ള ബുഷി പോട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു സിംഗിൾ ഷൂട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങാം. ഇതാണ് കേട്ടോ ഒരു സിംഗിൾ ഷൂട്ട്. 450, 550 ഒക്കെയാണ് റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ടിന്. പിന്നെ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ എമറാൾഡ് ആണ് കേട്ടോ, പിങ്ക് എമറാൾഡ്. അപ്പോൾ നമ്മൾ ചില പ്ലാന്റുകളൊക്കെ അതിൻ്റെ കളറ് കിട്ടാറില്ല പറയലുണ്ട്. പക്ഷേ ഇതാണ് ഫുൾ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. പിങ്ക് എമറാൾഡിൻ്റെ ഒറിജിനൽ കളറാണിത്. ഇത്രയും കളർഫുള്ളായിട്ടുള്ള പ്ലാന്റ് ഇതുവരെ വന്നിട്ടില്ല. കാരണം അധികവും ഈ ഗ്രീനും ഇങ്ങനെ കലർന്നിട്ടുള്ളതാണ്. ഇത് ഫുൾ ലീഫ് പിങ്കാണ്. കണ്ടില്ലേ, നിങ്ങൾ കാണുന്നുണ്ടാവും. നല്ല ഭംഗിയുള്ള വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ്. ജസ്റ്റ് ഞാനൊന്ന് എടുത്ത് കാണിക്കുക. ഈ ഒരു സൈസാണ് കേട്ടോ ഉണ്ടാവുക.
ഇതൊക്കെ 500 എബോ ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ. കാരണം പിങ്ക് എമറാൾഡിന് റേറ്റ് ഉണ്ട്. അതും ഇത്ര കളർഫുള്ളായ പ്ലാന്റ് അതിനെ കൊണ്ട് തന്നെ ഇതിന് നല്ല റേറ്റ് ഉണ്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ പിങ്ക് എമറാൾഡ്. പിന്നെ വന്നിട്ടുള്ളത് നമ്മളെപ്പോഴും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ട ഓറഞ്ച് സ്റ്റാർഡസ്റ്റ് ആണ്. ഓറഞ്ച് സ്റ്റാർഡസ്റ്റിൻ്റെ ബുഷി പോട്ടാണ്. 2 വലിയ സിംഗിൾ ഷൂട്ടുകൾ ഉണ്ടാവും ബുഷി പോട്ട്. പിന്നെ ചെറിയ ബേബികളൊക്കെ ഉണ്ടാവും. കണ്ടില്ലേ, ഇതിൽ 2 ബേബി ഉണ്ട്, 2 വലിയ സിംഗിൾ ഷൂട്ടാണ്. ഇനി അതാ നിങ്ങൾക്ക് ഒരു സിംഗിൾ ഷൂട്ട് മതിയെങ്കിൽ ഇതാണ് കേട്ടോ സൈസ് സിംഗിൾ ഷൂട്ട്. ഇതിന് 750 850 ആണ് റേറ്റ് തുടങ്ങുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ ഓറഞ്ച് സ്റ്റാർഡസ്റ്റ്. പിന്നെ പുതിയ വന്നിട്ടുള്ളത് ഫോർച്യൂൺ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. അതും നല്ല പുതിയ വെറൈറ്റി പ്ലാന്റാണ്, അധികം വരാറില്ല. കണ്ടില്ലേ, നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ ഫോർച്യൂൺ. അതിൻ്റെ കുറേ പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. ഫോർച്യൂൺ പറഞ്ഞിട്ടുള്ള ഒരു മീഡിയം സൈസ് അതിലും വലിപ്പമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ് എല്ലാം. നല്ല ഭംഗിയുള്ള ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഫോർച്യൂൺ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പ്ലാന്റുകൾ തന്നെയാണിത്. പ്രക്കായിപ്പറ്റ്, പിന്നെ ഇതൊക്കെ പ്രക്കായിപ്പറ്റിൻ്റെ പ്ലാന്റുകളാണ്. ഇത് ബുഷി പോട്ടാണ് പ്രക്കായിപ്പറ്റിൻ്റെ. ഇത് സിംഗിൾ ഷൂട്ടാണ്. പ്രക്കായിപ്പറ്റ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അതുപോലെ തായ് ഫ്രോസൻ്റെ ബുഷി പോട്ടുകളാണ് 2 ഷൂട്ടുള്ള. 650 ആണ് കേട്ടോ തായ് ഫ്രോസന് റേറ്റ് വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഗ്ലാഡിസ് ആണ്. ഗ്ലാഡിസിൻ്റെ ഒരുപാട് പ്ലാന്റുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ 350 മുതലുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ. ബുഷി പോട്ട് ഉണ്ട്. പിന്നെ വലിയ പ്ലാന്റ് ആണെങ്കിൽ 400, അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല. നല്ലൊരു പുതിയ വെറൈറ്റിയാണ്. പിന്നെ റെഡ് ബട്ടർഫ്ലൈൻ്റെ പ്ലാന്റുകളുണ്ട് കേട്ടോ. 2 പ്ലാന്റ് തന്നെ ഉള്ളൂ. പിന്നെ ഉള്ളത് പിങ്ക് ബനാമ ബുഷി പോട്ട് ഉണ്ട്. സിംഗിൾ ഷൂട്ട് 350 400 സൈസ് മുതൽ അവൈലബിൾ ആണ് കേട്ടോ. ചെറിയ പ്ലാന്റ് ആകുമ്പോൾ 350. പിന്നെ ഉള്ളത് ഫയർ റെഡിൻ്റെ ബുഷി പോട്ടാണ്. ഫയർ റെഡ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഫയർ റെഡ്. പിന്നെ 10 ക്യാരറ്റിൻ്റെ ഇത് 10 ക്യാരറ്റില്ല, ബ്ലാക്ക് ക്യാരറ്റിൻ്റെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് വലിയ പ്ലാന്റുകളാണ്. 10 ക്യാരറ്റിൻ്റെ 250 മുതലുള്ള ചെറിയ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. പിന്നെ വന്നിട്ടുള്ളത് ട്രൈ കളറിൻ്റെ ഫുൾ പോട്ടാണ്. 2-3 ഷൂട്ടുള്ള പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ചെറിയ റേറ്റിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്നൊരു റേറ്റാണ് ഇപ്പോൾ. 2-3 ഷൂട്ടുള്ള പ്ലാന്റാണ്. കണ്ടില്ലേ. പിന്നെ വന്നിട്ടുള്ളത് ലെഗസിയാണ്. ലെഗസിയിൽ ഇത് ഗ്രീൻ ലെഗസിയാണ്. ലെഗസിന് 3 വെറൈറ്റി ഉണ്ട്. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. പിങ്ക് ലെഗസിക്ക് നമ്മൾ സാധാരണ ലെഗസിയാണ്, അതിന് അത്ര റേറ്റ് ഉണ്ടാവാറില്ല. ഇതാണ് ഗ്രീൻ ലെഗസി കേട്ടോ. ഇതും പിരിക്കാൻ പറ്റൂല. 3-4 ഷൂട്ടുകൾ ഒരുമിച്ച് നിൽക്കുന്നതാണ്. കണ്ടില്ലേ, ഒരുപാട് ഷൂട്ടുണ്ട്. 3-4-5 ഷൂട്ടുള്ള ബുഷി പോട്ടുകളാണ് കേട്ടോ ഗ്രീൻ ലെഗസി. തൊട്ടടുത്ത് തന്നെ വൈറ്റ് ലെഗസി ഉണ്ട്. നിങ്ങൾക്ക് കളർ നല്ലോണം മനസ്സിലാവും, അതാണ് അടുപ്പിച്ച് വെച്ചത്. ഇതാണ് വൈറ്റ് ലെഗസി. ഇതിലും ഉണ്ട് 3-4 ഷൂട്ടുകൾ കേട്ടോ. നല്ല ഭംഗിയുള്ള വെറൈറ്റികളാണ്. പിന്നെ പുതിയ വെറൈറ്റിയിൽ വന്നിട്ടുള്ളത് ഗർഗ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇതും അധികമൊന്നും വരാറില്ല. കിട്ടുമ്പോൾ നമ്മൾ വാങ്ങാമെന്നേ ഉള്ളൂ. കാരണം നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റൂല. അപൂർവയിലും ചെടികളാകുമ്പോൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വാങ്ങാമെന്നുള്ളതാണ്. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. 2 ഷൂട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ജർജ്. പിന്നെ നമുക്ക് കുറച്ച് സീഡ്ലിങ്സ് വന്നിട്ടുണ്ട്. സീഡ്ലിങ്സിൽ റെഡ് വൈൻ ആണ് കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. റെഡ് വൈന് ഈ ഒരു സൈസാണ് കേട്ടോ ഉണ്ടാവുക. അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റാണ്. സീഡ്ലിങ്സ് ആണ്. നന്ന ചെറുതല്ല, എന്നാലും ഈ ഒരു സൈസ് ഉണ്ടാവും കേട്ടോ. നന്ന പൊടി പ്ലാന്റുകളല്ല കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ റെഡ് വൈന്. പിന്നെ വന്നിട്ടുള്ളത് റോട്ടുണ്ടാണ്. റോട്ടുണ്ടത്തിൽ പിന്നെ 2-3 ബേബി ഷൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ നിറച്ചും ഷൂട്ടുകളുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് വൈറ്റ് വെയിൻ ആണ് കേട്ടോ. റെഡ് വെയിൻ പിന്നെയും വരാറുണ്ട്. ഇങ്ങനത്തെ ഈ വൈറ്റ് വെയിൻ ഒന്നും വരാറേ ഇല്ല. ഒരു റയർ വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതിലും ഉണ്ട് 2-3 കുഞ്ഞു ബേബി ഷൂട്ടുകളാണ് കേട്ടോ. ചെറിയ ഷൂട്ടുകളാണ്. എന്നാലും ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ് ഇപ്പോൾ. ഇനി റേറ്റ് വരുന്നത് 300 280 ഒക്കെ ആണ്. ബുഷി പോട്ടാകുമ്പോൾ കുറേ ഷൂട്ടുള്ളതാകുമ്പോൾ കുറച്ചുകൂടി റേറ്റ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ വന്നിട്ടുള്ളത് സോംബാറ്റിൻ്റെ നല്ല വെറൈറ്റി പ്ലാന്റുകളാണ് കേട്ടോ. ഓറഞ്ച് സോംബാറ്റുണ്ട്, റെഡും പിങ്കും കലർന്നതുണ്ട്. ഇത് നല്ലൊരു കളറുള്ള ഓറഞ്ച് കേട്ടോ. ഓറഞ്ച് കളർ സോംബാറ്റാണ്. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇനി റേറ്റ് വരുന്നത് 750 850 1000 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. കാരണം വലിയ പ്ലാന്റുകളാണ്.
നമ്മൾ കാണുന്ന പോലെ ചെറിയ പ്ലാന്റുകളല്ല, കണ്ടില്ലേ, വലിയ മദർ പ്ലാന്റുകളാണ്. ബേബിയൊക്കെ ഉള്ള വലിയ മദർ പ്ലാന്റുകളാണ്. നല്ല സൈസുള്ള ഒരു പ്ലാന്റ് തന്നെ വെച്ചാൽ മതി, നമുക്ക് പോട്ടിൽ ബുഷിയായി നിൽക്കും. കാരണം അത്രയും ലീവ്സും ഉണ്ട്, അത്രയും വലുപ്പവും ഉണ്ട്. അതുപോലെ തന്നെ റയാൻ ഗോൾഡും അങ്ങനത്തെ പ്ലാന്റ് ആണ് കേട്ടോ. സിംഗിൾ ഷൂട്ടാണെങ്കിൽ കൂടി ഒരുപാട് ലീവ്സുകളായിട്ട് നിൽക്കുന്ന ബുഷി പോട്ടായി നിൽക്കുന്ന പ്ലാന്റാണ്, സിംഗിൾ ഷൂട്ടാണ് റയാൻ ഗോൾഡ്. പിന്നെ വന്നിട്ടുള്ളത് ഗോൾഡൻ പപ്പായ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചതാണ്. ഗോൾഡൻ പപ്പായ ഉണ്ട്, ഗ്രീൻ ഫ്രോസൺ ഉണ്ട്, 24 ക്യാരറ്റ്, 10 ക്യാരറ്റ്, റൈസ് ലീഫ്, സെക്സീലിയൻ്റെ ബുഷി ബോട്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ്. 10 ക്യാരറ്റിൻ്റെ വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ്. 10 ക്യാരറ്റ്, 9 ക്യാരറ്റ്, 24 ക്യാരറ്റ് ഒക്കെ, അതൊക്കെ നമ്മളതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാടധികം വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇനിയും ഒരുപാടധികം വെറൈറ്റീസ് ഉണ്ട്. 300 അബോവ് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് ചോദിക്കാം. റയർ വെറൈറ്റീസും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാടധികം പ്ലാന്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോയിൽ കാണിച്ച പ്ലാന്റുകളിൽ ഇത്ര ഏതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്ലാന്റിൻ്റെ ID പറയാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും പേരുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഇതിൻ്റെ പേരുകൾ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.